സംസ്ഥാനത്തെ പോലീസ് സേനയിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം 150ഓളം പുതിയ വാഹനങ്ങൾ സേനയ്ക്ക് കൈമാറിയെങ്കിലും ഇവ നിരത്തിലിറക്കാൻ ഇന്ധനം നിറയ്ക്കാൻ പണമില്ലാത്ത അവസ്ഥയിലാണ് പല സ്റ്റേഷനുകളും. ലക്ഷക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് പെട്രോൾ പമ്പുകൾക്ക് സർക്കാർ നൽകാനുള്ളത്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾ വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ പണമില്ലാതെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഓരോ സ്റ്റേഷനുകളും പമ്പുടമകൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് നൽകാനുള്ളത്. റൂറൽ മേഖലയിലെ സ്റ്റേഷനുകൾക്കാണ് കുടിശ്ശിക ഏറ്റവും കൂടുതൽ. മിക്ക പമ്പുകൾക്കും 10 മുതൽ 15 ലക്ഷം രൂപ വരെ നൽകാനുണ്ട്. പണം ലഭിക്കാത്തതിനെ തുടർന്ന് പല പമ്പുകളും പോലീസിന് ഇന്ധനം നൽകുന്നത് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ധനമില്ലാത്തത് കാരണം രാത്രികാല പരിശോധനകൾ ഉൾപ്പെടെ പലയിടങ്ങളിലും ഒഴിവാക്കേണ്ടി വരുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ഇന്ധനം നിറയ്ക്കേണ്ട ഗതികേടിലാണ്. ചിലയിടങ്ങളിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് കടം വാങ്ങി വരെ വാഹനം ഓടിക്കേണ്ടി വരുന്നു. ഓരോ മാസവും പമ്പുടമകളും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും കൃത്യമായി ബില്ലുകൾ നൽകുന്നുണ്ടെങ്കിലും ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഫണ്ട് അനുവദിക്കാത്തതിലെ കാലതാമസമാണ് തിരിച്ചടിയാകുന്നത്. സേനയെ ആധുനികവൽക്കരിക്കാൻ പുതിയ വാഹനങ്ങൾ എത്തുമ്പോഴും അവ ഓടിക്കാനുള്ള സാമ്പത്തിക സഹായം കൂടി ഉറപ്പാക്കണമെന്നാണ് ഉയർന്ന ആവശ്യം.